ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന കോളർ വെച്ചിട്ടുള്ള ഈ ഒരു നെക്ക് ഡിസൈനിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. ഈ ഒരു കോളർ നെക്ക് ചുരിദാറിൻ്റെ ടോപ്പിലും നൈറ്റിയിലും ഒക്കെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ചുരിദാർ ടോപ്പിന് വേണ്ടിയിട്ടുള്ള ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഫോൾഡിങ് വരുന്ന ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ വീതി 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ബാക്ക് നെക്ക് ലെങ്ത്ത് 1 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് സിമ്പിളായിട്ടുള്ള റൗണ്ട് നെക്കാണ് രണ്ടിനും വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ബാക്ക് പാർട്ടിൻ്റെ നെക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഈ ബാക്ക് പാർട്ടിനെ മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കും കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രണ്ട് പാർട്ടിലെ നെക്കിൽ ഈ ഫോൾഡിങ് വരുന്ന ഭാഗത്തു നിന്നും ഇങ്ങോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ തായ് ഭാഗത്തേക്ക് 2.5 ഇഞ്ചും മാർക്ക് ചെയ്ത് ഇതുപോലെ ഒരു കോണാക്കി വരച്ചതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു കോണാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ഇതുപോലെ 1 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്ത് ഇതുപോലെ ഈ ഒരു ക്രോസ് പീസ് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രോസ് പീസിനെ ഇതിൻ്റെ റോങ് സൈഡിലേക്കാക്കി ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചുരിദാർ ടോപ്പിനെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി വെക്കാം. ഇനി ഈ ഒരു ഭാഗത്തെ അളവ് എത്രയെന്ന് നോക്കാം. ടാപ്പ് ഇതുപോലെ പതുക്കെ പിടിച്ച് അളവെടുത്താൽ മതിയാവും. 7 ഇഞ്ചാണ് ഈ ഒരു ഭാഗത്തെ അളവ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള കോളർ ഇതുപോലെയുള്ളൊരു ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ക്യാൻവാസ് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെയുള്ളൊരു പിൻ ഉപയോഗിച്ചൊന്ന് പിൻ ചെയ്തെടുക്കാം, മാർക്ക് ചെയ്യുമ്പോൾ നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈൻ വരച്ചെടുക്കാം. ഈ വരച്ചെടുത്തിട്ടുള്ള സ്ട്രൈറ്റ് ലൈനിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് നിന്നും ഇതുപോലെ കർവ് ചെയ്ത് വരച്ചെടുക്കണം. ഇനി നേരത്തെ ചുരിദാർ ടോപ്പിൻ്റെ നെക്കിൽ നിന്നും അളവെടുത്തിരുന്ന ആ ഒരു 7 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ടാപ്പ് പതുക്കെ പിടിച്ച് 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കോളറിൻ്റെ വീതി എടുക്കുന്നത് 1 ഇഞ്ചാണ്. അതും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കോളർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു തുണിയിൽ ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ റോങ് സൈഡിൽ ഈ ഒരു ക്യാൻവാസിൻ്റെ ഈ തിളക്കമുള്ള ഭാഗം വെച്ച് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ക്യാൻവാസ് അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തുണി ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി വെക്കാം. എന്നിട്ട് ഈ ഒരു അറ്റം മുതൽ ഇതിലൂടെ ഈ ഒരു അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ എക്സ്ട്രാ വരുന്ന ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം.
കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിൽ തട്ടാതെ ചെറിയ കട്ടിങ്ങൾ ഇട്ട് കൊടുക്കണം. ഇനി ഈ ഒരു ഭാഗത്ത് ഈ ഒരു തുണി ഈ ഒരു ക്യാൻവാസിലേക്ക് കയറ്റി വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശം ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു കോളറിനെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ചുരിദാർ ടോപ്പിൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചുരിദാർ ടോപ്പിനെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി ഇതിൻ്റെ ബാക്ക് പാർട്ടിൽ സെൻറ്റർ ഒന്ന് ഇതുപോലെ കട്ടിങ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു കോളർ ചുരിദാർ ടോപ്പിൻ്റെ നെക്കിൽ ജോയിൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചുരിദാർ ടോപ്പിൻ്റെ റോങ് സൈഡിലേക്ക് നേരത്തെ സെൻറ്റർ മാർക്ക് ചെയ്ത ഭാഗവും ഈ കോളറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത ഭാഗവും ഒരുമിച്ച് വെച്ച് 1/4 ഇഞ്ചിൽ രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കോളറിനെ ഈ ഒരു ചുരിദാർ ടോപ്പിൻ്റെ നല്ല വശത്തേക്കാക്കിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെയും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഒരു കോളർ നെക്കിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു നെക്ക് ഡിസൈനാണിത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.